ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റ്വർക്ക് അനലൈസിസ് എന്താണെന്ന് പറഞ്ഞു, അതിലുപയോഗിക്കുന്ന ടേംസ് എന്താണെന്ന് പറഞ്ഞു. പിന്നെ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലൂടെ എങ്ങനെ ഡയഗ്രാം വരയ്ക്കാം, നോർമലി എങ്ങനെ നെറ്റ്വർക്ക് അനലൈസിസിലൂടെ അതിൻ്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം എന്നതും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ലാസ്റ്റ് വണ്ണായിട്ട് എന്താണ് നെറ്റ്വർക്ക് ടെക്നിക്ക് എന്ന് പറഞ്ഞിരുന്നു. അതിലുപയോഗിക്കുന്ന, അതായത് നെറ്റ്വർക്ക് അനലൈസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് നെറ്റ്വർക്ക് ടെക്നിക്ക് എന്ന് പറയുന്നത്. നെറ്റ്വർക്ക് ടെക്നിക്കിൽ 2 ടൈപ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. A number of network techniques have been developed. Most important are, first one, critical path method or CPM. Second one, program evaluation review technique or PERT. അപ്പോൾ നെറ്റ്വർക്ക് ടെക്നിക്സ് 2 ടൈപ്സിലാണ് വരുന്നത്. ഒന്നാമത്തേത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഓർ CPM. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലൂടെ എങ്ങനെയാണ് ആ ഒരു പ്രോബ്ലം ചെയ്യുന്നത് എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറേ പ്രോബ്ലംസ് നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് പ്രോഗ്രാം ഇവാലുവേഷൻ റിവ്യൂ ടെക്നിക്. അതിനെ ഷോർട്ട് ആക്കിയിട്ട് PERT എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 ടൈപ്പിലുള്ള ടെക്നിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ 2 എണ്ണം. അത് ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. 2 ടേംസും ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നന്നായി പഠിച്ച് തന്നെ പോകണം. ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഓൾറെഡി നമുക്ക് ഇപ്പോൾ അറിയാം. എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പ്രോബ്ലം കുറേ ചെയ്തതുകൊണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡെഫിനിഷൻസ്, അതിനെ ബേസ് ചെയ്ത് വരുന്ന കുറേ ടേംസ് ഒക്കെ നമുക്കിനി തിയറി പാർട്ടിൽ നോക്കാനുണ്ട്. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ ഇതുവരെ നോക്കിയിരുന്നില്ല, അതിൻ്റെ പ്രോബ്ലം നോക്കിയിരുന്നുള്ളൂ. അപ്പോൾ ഡെഫിനിഷനിലേക്ക് പോവാം. CPM നെറ്റ്വർക്ക് ആർ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാം. ഇനി ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് വേർതിരിച്ച് പറയില്ല, CPM എന്നേ പറയുള്ളൂ. CPM നെറ്റ്വർക്ക്സ് ആർ ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാം. അപ്പോൾ CPM എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാം ആണ്. അപ്പോൾ ഡയഗ്രാം 2 രീതിയിലുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഒന്ന് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാമും അടുത്തത് ഈവൻറ്റ് ഓറിയൻറ്റഡ് ഡയഗ്രാമും. അപ്പോൾ CPM നെറ്റ്വർക്ക് എന്ന് പറയുന്നത് എന്താണ്? ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ഡയഗ്രാം ആണെന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഹിയർ എംഫസൈസ് ഈസ് ഗിവൺ ടു ആക്ടിവിറ്റീസ് ഓഫ് ദ പ്രൊജക്ട്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ഇൻ 1956 ബൈ മോർഗൻ ആർ വാക്കർ ഓഫ് ഡ്യൂപോണ്ട് കമ്പനി ആൻഡ് ജെയിംസ് E. കെല്ലി ഓഫ് റെമിംഗ്ടൺ റാൻഡ് ബോത്ത് ഇൻ USA. അപ്പോൾ 1956 ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന മെത്തേഡ് ഡെവലപ്പ് ചെയ്തത്. ആ ഡെവലപ്പ് ചെയ്ത ആ മാത്തമാറ്റീഷ്യൻ്റെ പേരാണ് മോർഗൻ ആർ വാക്കർ, അതുപോലെ ജെയിംസ് E. കെല്ലി. ഓക്കെ, ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ടെക്നിക് ഇൻവോൾവിംഗ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ നെറ്റ്വർക്ക് ഇൻ ദ ഫോം ഓഫ് ആരോ ഡയഗ്രാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നെറ്റ്വർക്ക് ടെക്നിക്കാണ്. അതിൽ ആരോ ഡയഗ്രാം ആണ് യൂസ് ചെയ്യുന്നത്. ആരോ അതുപോലെ ഈവൻറ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഡയഗ്രാമാണ്. ഇറ്റ് ഈസ് അനലൈസ്ഡ് ടു ലൊക്കേറ്റ് ദ ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് അനലൈസ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ദ നെറ്റ്വർക്ക് ഡയഗ്രാം, അതായത് നെറ്റ്വർക്ക് ഡയഗ്രാം പ്രിപ്പയർ ചെയ്ത ശേഷം മാത്രമാണ് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വി ക്യാൻ ലൊക്കേറ്റ് ദ വാരിയസ് പോസിബിൾ പാത്ത്സ്. നമുക്കതിൽ ഒരുപാട് പാത്ത് കാണാം. ഫ്രം ദാറ്റ് വി ക്യാൻ ഡിറ്റർമൈൻ ദ ക്രിട്ടിക്കൽ പാത്ത്. അതിൽ നിന്ന് വേണം നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ. ഇതൊക്കെ ഈ തിയറി പാർട്ട് പറയുമ്പോൾ പ്രോബ്ലം പാർട്ട് ഓൾറെഡി അറിയുന്ന ഒരാൾക്ക് തിയറി പാർട്ട് വളരെ ഈസി ആയിരിക്കും. Critical path method emphasizes the relationship between applying more other resources to shorten the duration of given jobs in a project and the increased cost of these additional resources. Critical path method operates on the assumption that there is a precise known time that each activity in the project will take. അതായത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും കുറഞ്ഞ കോസ്റ്റിനുള്ളിൽ തന്നെ പെട്ടെന്ന് തീർക്കാൻ കഴിയുന്നത് എങ്ങനെയാണോ ആ പാത്ത് നമ്മൾ സെലക്ട് ചെയ്യുക ചെയ്യുന്നത്. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ക്രിട്ടിക്കൽ പാത്തിൻ്റെ ഡെഫിനേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പ്രോബ്ലത്തെ ബേസ് ചെയ്ത് ഇതിലെ ഓരോ ടേംസും നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രോബ്ലത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഓരോ ടേം തന്നെയാണ് ഇനി തിയറി പാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കൂ, CPMൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് പാത്ത് എന്ന് പറഞ്ഞത്. ടേംസ് റിലേറ്റഡ് ടു CPM, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ആ പാത അല്ലേ? എന്ന് വെച്ചാൽ ആരോ മാർക്കിലൂടെ നമ്മളിങ്ങനെ റൂട്ട് വരച്ച് കാണിച്ചു കൊടുക്കില്ലേ? ഇറ്റ് റെഫേഴ്സ് ടു അൺബ്രോക്കൺ ഓർ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ആക്ടിവിറ്റീസ് ഫ്രം സ്റ്റാർട്ട് ഈവൻറ്റ് ആൻഡ് ടു എൻഡ് ഈവൻറ്റ് ഇൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. നെറ്റ്വർക്ക് ഡയഗ്രാമിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ അത് അവസാനിക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ആ ഒരു പാതയെയാണ് എന്ത് വിളിക്കുന്നത്? പാത്ത് എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. അതായത് നിങ്ങൾ ചെയ്ത ഒരു പ്രോബ്ലം തന്നെയാണിത്. അപ്പോൾ ഈ കാണുന്നതാണ് പ്രോബ്ലം. ഡ്രോ എ നെറ്റ്വർക്ക് ഡയഗ്രാം ഫ്രം ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, ഡ്യൂറേഷൻ ഡേയ്സ് എന്ന് തന്നിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന വാല്യൂവിനെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കും. ഇനി അത് എങ്ങനെ വരയ്ക്കുന്നു എന്നൊന്നും ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, തൽക്കാലം ഇത്ര മനസ്സിലാക്കുക. വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, അതിലെ ഓരോ ഈവന്റിനെയും സർക്കിളിലൂടെയും ആക്ടിവിറ്റീനെ നമുക്ക് ആരോ മാർക്കിലൂടെയും കാണിക്കാം എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലെ. ഇനി ഇതിൽ കാണിച്ചിരിക്കുന്ന ഓരോന്നും ഇപ്പോൾ 1 നിന്ന് 2ലേക്ക്, ഫസ്റ്റ് ഈവന്റിൽ നിന്നും സെക്കൻഡ് ഈവന്റിലേക്ക്, സെക്കൻഡ് ഈവന്റിൽ നിന്നും തേർഡ്, അതുപോലെ ഫസ്റ്റിൽ നിന്ന് തേർഡിലേക്ക് പോകുന്നുണ്ടല്ലേ, അതുപോലെ സെക്കൻഡിൽ നിന്ന് ഫോർത്തിലേക്ക്, ഫോർത്തിൽ നിന്ന് 6ലേക്ക്, അങ്ങനെ 7ലേക്ക്, ആ രീതിയിൽ ഒരു ഫിഗർ ഇവിടെ കാണാം. അപ്പോൾ ഇവിടെ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താ, ഈ ഓരോ ഈവന്റും ഓരോന്നിൽ നിന്ന് അടുത്തതിലേക്ക് എന്ന രീതിയിൽ പോകുന്നില്ലേ. അപ്പോൾ ഈ കാണുന്ന ഓരോ ആരോ മാർക്കും അതിന്റെ പാത്താണ്. അപ്പോൾ പാത്ത് എന്താന്ന് ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നോക്കാം. അടുത്ത വേർഡ് നോക്കൂ, ക്രിട്ടിക്കൽ പാത്ത് എന്ന്. ആദ്യത്തേത് വെറും പാത്ത് എന്നാണ്, അടുത്തത് ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ആദ്യത്തെ കേസിൽ ഈ പാത്ത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം പാത്താണ്. അതായത് 1 നിന്ന് 2ലേക്ക് പോകുന്ന വഴി, 2 നിന്ന് 4ലേക്ക് അങ്ങനെ പോകുന്നത്. പിന്നെ ഈ സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെയും പോവാം അല്ലെ. 7ലേക്ക് എത്താൻ, 1 നിന്ന് 7ലേക്ക് എത്താൻ 2 വഴി ഇവിടെ കാണാം. ഒന്ന് ഇങ്ങനെ മുകൾ വഴിയിലൂടെ, ഒന്ന് താഴത്തെ വഴിയിലൂടെ അല്ലെ. അപ്പോൾ ഇതെല്ലാം അതിന്റെ പാത്താണ്, ഈ ആരോ മാർക്കെല്ലാം. ഇനി എന്താണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ, ക്രിട്ടിക്കൽ പാത്ത് ഈസ് ദാറ്റ് സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് വിച്ച് ഡിറ്റർമൈൻ ദ ടോട്ടൽ പ്രൊജക്ട് ടൈം. അതായത് നമ്മുടെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈമിനെ ബേസ് ചെയ്തിട്ടുള്ള പാത്താണ് ഇത്, ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് ഈസ് ദ കണ്ടിന്യൂസ് ചെയിൻ ഓഫ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഇൻ എ നെറ്റ്വർക്ക് ഡയഗ്രാം. ഇറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പാത്ത് സ്റ്റാർട്ടിംഗ് ഫ്രം ദ ഫസ്റ്റ് ടു ദ ലാസ്റ്റ് ഇവന്റ് ആൻഡ് ഈസ് ഷോൺ ബൈ ദ തിക്ക് ലൈൻ ഓർ ഡബിൾ ലൈൻസ് ഇൻ ദ നെറ്റ്വർക്ക് ഡയഗ്രാം. നെറ്റ്വർക്ക് ഡയഗ്രാമിന് തിക്ക് ലൈൻ അല്ലെങ്കിൽ ഡബിൾ ലൈൻ ആയിട്ട് വരയ്ക്കുന്ന പാത്താണ് ഇത് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, കാരണം ഈ പ്രോബ്ലം നമ്മൾ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കും. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് എന്താ, അതിന്റെ ഫോർവേഡ് പാസ് കാൽക്കുലേഷനിലൂടെ E1 മുതൽ, ഇപ്പൊ ഇവിടെ 7 ഈവന്റ് ഉണ്ടല്ലേ, E1, E2, E3 എന്ന രീതിയിൽ അതിന്റെ ഓരോ വാല്യൂസും കണ്ടുപിടിക്കും ഫോർവേഡ് പാസ് കാൽക്കുലേഷനിലൂടെ. ഓക്കെ, അങ്ങനെ E6, E7 വരെ കണ്ടുപിടിക്കും. ഇനി അതുപോലെ ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനിലൂടെ നേരെ തിരിച്ച്, അതായത് L1 മുതൽ L7 വരെയും കണ്ടുപിടിക്കും. അതൊക്കെ എന്താണെന്ന് ആ പ്രോബ്ലത്തിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. സോ ഇവിടെ അത് വിശദീകരിക്കുന്നില്ല. അങ്ങനെ കണ്ടുപിടിച്ച ശേഷം ആ വാല്യൂസ് എല്ലാം എന്ത് ചെയ്യും, നമ്മൾ ഈ ഓരോ ഈവന്റിന്റെയും മുകളിലോ താഴെയോ ആയിട്ട് L1, E1, L2, E2, L3, E3 എന്ന രീതിയിൽ ആ ഓർഡറിൽ ഇങ്ങനെ ഓരോ ഈവന്റിന്റെയും മുകളിൽ എഴുതി വെക്കും. ഇനി ക്രിട്ടിക്കൽ പാത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, നമുക്കറിയാം എങ്ങനെയാണ്. ഈ തന്നിരിക്കുന്ന L1ഉം E1ഉം എന്തിനെ സൂചിപ്പിക്കുന്നു, E എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ടൈമിനെ സൂചിപ്പിക്കുന്നു, L എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ടൈമിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ ഇയുടെ വാല്യൂവും Lന്റെ വാല്യൂവും ഒരേപോലെ വരുന്നത് എവിടെയാണോ ആ ഭാഗമായിരിക്കും ക്രിട്ടിക്കൽ പാത്തായിട്ട് തിക്കായിട്ട് വരയ്ക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇവിടെ ഒരേ വാല്യൂ വരുന്നത് 0 ഒരുപോലെ വരുന്നു, 3 ഒരുപോലെ വരുന്നുണ്ട്, 12, 16, 21. ഈ സൈഡിൽ അങ്ങനെ വരുന്നുണ്ടോ, ഒരേപോലെ വാല്യൂ വരുന്നില്ല. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി, ഇങ്ങനെ ഒരേപോലെ വരുന്ന ഭാഗം ഉൾപ്പെടുന്നതാണ് ക്രിട്ടിക്കൽ പാത്തായിട്ട് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് മുന്നേ ഇവിടെ ഒരു ഡബിൾ ലൈൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരേപോലെ വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക, ആരോ മാർക്കിൽ ഡബിൾ ലൈൻ ആയിട്ട് വരയ്ക്കും, അല്ലെങ്കിൽ തിക്കായിട്ട് വരച്ച് കാണിച്ചാലും മതി. അപ്പോൾ അങ്ങനെ കിട്ടിയ ആ പാത്തിനെ എന്ത് വിളിക്കാം, ക്രിട്ടിക്കൽ പാത്ത്. അപ്പോൾ ഇവിടെ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന ആ പാത്ത് ഏതാണ്, 1ൽ നിന്ന് 2ലോട്ട്, 2ൽ നിന്ന് 4ലോട്ട്, 4ൽ നിന്നും 6ലോട്ട്, 6ൽ നിന്നും 7ലോട്ട്. അപ്പൊ അതിന്റെ പാത്ത് ഇങ്ങനെ എഴുതാം, ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഈക്വൽ ടു 1, 2, 4, 5 അല്ല 6, 7. അതാണ് ഇവിടെ ലാസ്റ്റ് ആൻസറിൽ നമ്മളിവിടെ എഴുതുന്നത്, ക്രിട്ടിക്കൽ പാത്ത് 1, 2, 4, 6, 7. ഇനി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇതിനൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ മതി, 1 to 2, 2 to 4, 4 to 6, 6 to 7. ഇനി ഇതിന്റെ ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കാണും, ഇതിൽ ഓരോന്നിന്റെയും ഡ്യൂറേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ഡ്യൂറേഷൻ, ടോട്ടൽ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡബിൾ ലൈൻ വരച്ച ആ ഓരോ ആരോ മാർക്കിലുള്ള വാല്യൂസ് കൂട്ടിയാൽ മതി. അപ്പൊ 3 + 9 + 4 + 5 ആൻസർ 21 എന്ന് കിട്ടും. അതായത് ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 21 എന്ന ആൻസറിലേക്ക് നമ്മൾ എത്തും. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ, ക്രിട്ടിക്കൽ പാത്ത് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. അപ്പൊ അതാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് എന്താ, ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയാ. അതും ഇനി പറയണ്ടല്ലോ. ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റിയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ആക്ടിവിറ്റീസ് ലൈങ് ഓൺ ദ ക്രിട്ടിക്കൽ പാത്ത് ആർ കോൾഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. ആൻ ആക്ടിവിറ്റി ഈസ് സെഡ് ടു ബി ക്രിട്ടിക്കൽ ഇഫ് എ ഡിലേ ഇൻ ഇറ്റ്സ് സ്റ്റാർട്ട് വിൽ കോസ് എ ഫർദർ ഡിലേ ഇൻ ദ കംപ്ലീഷൻ ഓഫ് ദ എൻറ്റയർ പ്രൊജക്ട്. ആ മൊത്തം പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യാൻ എന്താ ആവശ്യമാണ്, ഈ ആക്ടിവിറ്റി ആവശ്യമാണ്. ഇൻ ദ അതർ വേർഡ്സ്, ആക്ടിവിറ്റീസ് വിത്ത് 0 ഫ്ലോട്ട്സ് ആർ കോൾഡ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ്. മറ്റൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആക്ടിവിറ്റിയിൽ എവിടൊക്കെയാണ് 0 ഫ്ലോട്ട് വരുന്നത് അതിനെ എന്ത് വിളിക്കാം, ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാം. എന്താണ് ഈ 0 ഫ്ലോട്ട്? ഈ ഫ്ലോട്ട് എന്നുള്ള വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്
നമുക്കറിയാം ആ പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നു. ഇത്രയും ഈ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിന്റെ ക്രിട്ടിക്കൽ പാത്ത് വേറൊരു രീതിയിൽ കാണാനുള്ള മെത്തേഡാണ് ഈ ബോക്സ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത്. അതിൽ നമ്മൾ ആദ്യത്തെ ബോക്സിൽ എന്താ എഴുതിയിരുന്നത്? ആക്ടിവിറ്റി എഴുതി, പിന്നെ ആക്ടിവിറ്റി ടൈം. ഇത് രണ്ടും നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുള്ളത് അതേപോലെ എഴുതിയതാണ്. പിന്നെ അടുത്ത ബോക്സിൽ എന്ത് എഴുതും? ഏർലിയസ്റ്റ് ടൈം. ഏർലിയസ്റ്റ് ടൈം രണ്ട് രീതിയിലുണ്ട്, ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈമും. ഇനി ലേറ്റസ്റ്റ് ടൈമാണ് അടുത്ത ബോക്സിൽ. അതിലും ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമുണ്ട്, ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈമുണ്ട്. പിന്നെ ടോട്ടൽ ഫ്ലോട്ട്. ഇപ്പൊ പറഞ്ഞ വേർഡ് എന്താണ്? ടോട്ടൽ ഫ്ലോട്ട്. ഫ്ലോട്ട് എന്നുള്ള വേർഡാണ് പറഞ്ഞത്. 0 ഫ്ലോട്ട് ആവുന്ന ആ ആക്ടിവിറ്റിനെയാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? LST മൈനസ് EST. പിന്നെ ഫ്രീ ഫ്ലോട്ട്. ഫ്രീ ഫ്ലോട്ട് കാണാൻ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഫ്ലോട്ടിൽ നിന്നും ഹെഡ് ഇവന്റ് സ്ലാക്ക് മൈനസ് ചെയ്താൽ മതി. ഇനി ഹെഡ് ഇവന്റ് എങ്ങനെ കാണാമെന്നുള്ളത് അല്പസമയത്തിന് ശേഷം പറയാം. അപ്പൊ നമുക്കിവിടെ ഇപ്പൊ പറയുന്നത് ഏതാണ്? ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്താണെന്നാണ്. ആ ആക്ടിവിറ്റിക്ക് വേറെ രീതിയിൽ എങ്ങനെ പറഞ്ഞത്? 0 ഫ്ലോട്ട് വരുന്ന ആക്ടിവിറ്റി എന്താണ്? ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. അതായത് ഈ ബോക്സ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ LSTയിൽ നിന്ന് EST മൈനസ് ചെയ്യുമ്പോൾ എവിടൊക്കെ 0 വരുന്നുണ്ടോ അതൊന്ന് മാർക്ക് ചെയ്യുക. അതിന്റെ നേരെ വരുന്ന ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കുക. 1 to 2, 2 to 4, 4 to 6, 6 to 7. കണ്ടോ? അപ്പോൾ ആ ആക്ടിവിറ്റീനൊക്കെ എന്ത് വിളിക്കാം? ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. ഇത് തന്നെയായിരിക്കും തൊട്ട് മുന്നേ നമ്മൾ ആ മറ്റേ രീതിയിൽ ചെയ്തപ്പോഴും ആൻസർ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ അതാണ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത വേർഡ് നോക്കൂ. ലെങ്ത് ഓഫ് ദ ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്തിന്റെ ലെങ്ത് ഏത് രീതിയിലാണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ഇൻഡിവിജ്വൽ ടൈംസ് ഓഫ് ഓൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈങ് ഓൺ ഇറ്റ് ആൻഡ് ഡിഫൈൻസ് ദ മിനിമം ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ പ്രൊജക്ട്. ഓക്കെ, ക്രിട്ടിക്കൽ പാത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് മിനിമം ടൈമിൽ ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ക്രിട്ടിക്കൽ പാത്തിന്റെ ലെങ്ത് വരയ്ക്കാൻ. ഇനി അടുത്ത ക്രിട്ടിക്കൽ പാത്ത് അനലൈസിസ് എന്ന് പറയുമ്പോൾ the main objective critical path analysis is to estimate the total project duration and to assign starting and finishing times to all activities which are involved in a project. ക്രിട്ടിക്കൽ പാത്ത് അനലൈസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു പ്രൊജക്ടിന്റെ സ്റ്റാർട്ടിംഗ് ടൈം മുതൽ ഫിനിഷിംഗ് ടൈം വരെ ഉള്ള ഒരു സമയങ്ങളിൽ ആ പ്രൊജക്ട് എത്രയും പെട്ടെന്ന് കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറഞ്ഞ കോസ്റ്റിനുള്ളിൽ തീർക്കാൻ വേണ്ടി നടത്തുന്ന അനലൈസിസ് ആണ് ക്രിട്ടിക്കൽ പാത്ത് അനലൈസിസ്. To determine the duration of individual activities in CPM, 4 activity times are to be computed. അപ്പോൾ ഇങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ CPMലുള്ള ഓരോ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിൻ്റെയും ഡ്യൂറേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ആക്ടിവിറ്റീസിലുള്ള ടൈം എത്രയാണ് വരിക എന്നത് കണ്ടുപിടിക്കാനായിട്ട് CPM മെത്തേഡിൽ 4 ആക്ടിവിറ്റി ടൈംസ് ആണ് കണ്ടെത്തേണ്ടത്. അത് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പ്രോബ്ലത്തിൽ പറഞ്ഞു. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷോർട്ട് ഫോം ഓൾറെഡി നിങ്ങൾക്കറിയാം. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം എന്തായിരിക്കും? EST അല്ലേ? ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം EFT. ഓക്കെ, അടുത്തത് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം LST, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം LFT അല്ലേ? ഇനി ഇതെന്താണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? നമുക്ക് പ്രോബ്ലത്തിലോ ഇതൊക്കെ നമ്മൾ കുറേ തവണ ചെയ്ത കാരണം ഈ ഒരു വേർഡ് നമുക്ക് ഓൾറെഡി അറിയാം. എങ്കിലും ആ പ്രോബ്ലത്തിലേക്ക് വീണ്ടും പോവാം അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ ഈ പറഞ്ഞ വേർഡൊക്കെ വന്നിട്ടില്ലേ? 2 ടൈപ്പിലുള്ള ടൈമാണുള്ളത്, ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും. അതിൽ ഏർലിയസ്റ്റ് ടൈം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ പറഞ്ഞു, ഇതിൽ വായിച്ചത് തന്നെ നോക്കിക്കേ. ഏർലിയസ്റ്റിൽ 2 എണ്ണം വരുന്നുണ്ട്. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. അതുപോലെ ലേറ്റസ്റ്റ് ടൈമും 2 എണ്ണം, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഇവിടെ എഴുതിയിരിക്കുന്നതെന്ന് മാത്രം. ഓക്കെ, ഇനി എങ്ങനെയാണ് ഏർലിയസ്റ്റ് ടൈമിലെ EST, ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം കണ്ടുപിടിക്കുക? ഇതൊക്കെ നമ്മൾ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തതാണ്. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ EST എന്ന് പറയുമ്പോൾ ഫസ്റ്റിലെ വാല്യൂ കാണാം. ഈ 0 ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ, അത് എങ്ങനെ കിട്ടിയെന്നാണ് പറയുന്നത്. നേരെ ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആക്ടിവിറ്റിയിൽ ഫസ്റ്റ് വരുന്ന നമ്പറൊക്കെ എന്താണ്? അതായത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ ഏതാ നോക്കുക. അതാണ് അത് ഇവിടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം. അപ്പൊ ആ 1 എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഏതിന്റെ വാല്യൂ എന്നറിയോ? E1. കണ്ടോ, E എന്നല്ല ഇതിന്റെ സ്റ്റാർട്ടിൽ വരുന്ന ലെറ്റർ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇതിലെ സ്റ്റാർട്ടിങ് നോക്കുക, ആക്ടിവിറ്റിയിലെ സ്റ്റാർട്ടിങ് നമ്പർ നോക്കുക, എന്നിട്ട് അവിടെ E കൊടുക്കുക. E1ന്റെ വാല്യൂ ആണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ E1ന്റെ വാല്യൂ, ഇവിടെ E2ന്റെ വാല്യൂ, ഇവിടെ E3യുടെ വാല്യൂ. അങ്ങനെ ആ രീതിയിൽ വേണം ഇവിടെ എഴുതാം. അപ്പൊ E1 ഈക്വൽ ടു നിങ്ങൾ ഫിഗറിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കിക്കേ, E1 0, അതുപോലെ E2 3, പിന്നെ E4 12 അങ്ങനെ കാണാം. അപ്പോൾ
ഈ ഫിഗറിലേക്ക് നോക്കുന്നതിനേക്കാൾ നല്ലത് നിങ്ങളിവിടെ വ്യക്തമായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് നോക്കുന്നതാണ് ആൻസർ തെറ്റാതിരിക്കാൻ കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇവിടെ നോക്കുക, E1 0, E2 എന്താ 3, പിന്നെ E3 6, പിന്നെ E4 12, E5 8 എന്ന രീതിയിൽ തന്നെ നമ്മൾക്ക് ആ ബോക്സിൽ എഴുതാൻ സാധിക്കും. അതുപോലെ അടുത്തത് E6 16, E6 രണ്ട് വാല്യൂ ഇവിടെ വരുന്നത് കാണാം. അപ്പോൾ 16 ഉണ്ട് 14 ഉണ്ട്. അതെങ്ങനെ വന്നു എന്നൊക്കെ ആ പ്രോബ്ലത്തിൽ പറയുന്നുണ്ട്. അതിലെ രണ്ട് വാല്യൂ ഒരുപോലെ വരുന്നുണ്ടെങ്കിൽ E6ന് രണ്ട് വാല്യൂ വരുന്നില്ലേ, അപ്പോൾ അതിലെ ഏറ്റവും വലിയ വാല്യൂ ആണ് നമ്മൾ ഈ പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. പക്ഷെ ഇവിടെ ബോക്സിൽ എഴുതുമ്പോൾ ഈ രണ്ട് വാല്യൂ എഴുതണം എന്ന് വെച്ചാൽ അതിന്റെ ഓർഡറിൽ തന്നെ എഴുതാം. നോക്കൂ, E6ന്റെ വാല്യൂ E5 + 6, E4 + 4 എന്ന് കാണാം. ഇവിടുത്തെ ഓർഡർ എങ്ങനെയാ? 4 കഴിഞ്ഞിട്ടല്ലേ 5 വരുള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് 16ഉം പിന്നെ എഴുതേണ്ടത് 14ഉം എന്ന ഓർഡറിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം, ആ ബോക്സിലേക്ക് പോവാണ്. EST എന്ന ബോക്സിലേക്ക് E6ന്റെ കേസിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. ഇവിടെ നോക്കൂ, E6 വരുന്നുണ്ടോ നോക്കാം. റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ആ വാല്യൂ തന്നെ എഴുതിയാൽ മതി. നോക്കൂ, ഇവിടെ E1, E2, E3, E4, E5 ഇതിന്റെയൊക്കെ വാല്യൂ കറസ്പോണ്ടന്റ് ആയിട്ട് ഇവിടെ നോക്കി എഴുതിയിട്ടുണ്ട്. ഇനി ഇവിടെ E6 കാണാം. E6ന്റെ വാല്യൂ ഒറ്റ തവണ വന്നിട്ടുള്ളൂ. വീണ്ടും 6 വരുമ്പോഴാണ് നമ്മൾ ആ രണ്ടെണ്ണം എഴുതണം എന്ന് പറഞ്ഞത്. ഇവിടെ ഒറ്റ തവണ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അതിലെ ഏറ്റവും വലിയ വാല്യൂ E6ന്റെ വാല്യൂ ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ അത് എത്രയാ? 16. അപ്പൊ അത് അതുപോലെ എഴുതി. അപ്പൊ ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇനി അതിന്റെ ഡെഫിനിഷൻ നോക്കാം. അപ്പൊ പ്രോബ്ലം പാർട്ടാണ് ഇപ്പൊ കാണിച്ചത്. ഡെഫിനിഷൻ നോക്കൂ. ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ടൈം അറ്റ് വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ സ്റ്റാർട്ട്. അതായത് ആ ആക്ടിവിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം ഏതാണോ അതാണ് ഏർലിയസ്റ്റ് ടൈം, സ്റ്റാർട്ടിംഗ് ടൈം. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ഈവൻ ടൈം ഓഫ് ടെയിൽ ആൻഡ് ഈവന്റ്. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ഈവൻ ടൈം ഓഫ് ടെയിൽ ആൻഡ് ഈവന്റ്. ഓക്കെ, ഇനി അടുത്തത് ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്താണെന്ന് നോക്കാം. പ്രോബ്ലത്തിലേക്ക് വീണ്ടും പോവാണ്. ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറയുമ്പോൾ EFT ആണ് അതിന്റെ ഷോർട്ട് ഫോം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? EFT എന്ന് പറയുമ്പോൾ ഈയുടെ വാല്യൂ തന്നെയാണ് നിങ്ങൾ നോക്കേണ്ടത് എന്ന് ഓർക്കുക. ഒപ്പം ഫിനിഷ് ചെയ്യുന്ന ടൈം അല്ലേ, അപ്പൊ ഈ ആക്ടിവിറ്റിയിൽ ഫിനിഷ് ചെയ്യുന്ന നമ്പേഴ്സ് നോക്ക്. ഏതൊക്കെ? 2, 3, 4, 5, 6, 6, 7 എന്ന രീതിയിലാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതിനനുസരിച്ച് E2 കാണണം, E3, E4, E5, E6, E6, E7 എന്ന രീതിയിൽ വേണം ഈ ബോക്സിൽ ഫില്ല് ചെയ്യാൻ. അപ്പൊ E2ന്റെ വാല്യൂ എത്രയാണ്, E3യുടെ വാല്യൂ എത്രയാണെന്ന് നമുക്ക് ബാക്കിലോട്ട് മറിച്ചാൽ നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് E2ന്റെ, E3യുടെ, E4ന്റെ, E5ന്റെ വരെ നമ്മളിവിടെ എഴുതിയെന്ന് വിചാരിക്കുക. ഇത്രയും എഴുതി. ഇനി അടുത്ത കേസ് നോക്കൂ. E6 രണ്ട് തവണ വരുന്നുണ്ടല്ലോ. പക്ഷെ E6ന് ഇവിടെ നമുക്ക് രണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. തൊട്ട് മുന്നേ പറഞ്ഞല്ലോ, E6ന് രണ്ട് വാല്യൂ കിട്ടിയത് ഏതൊക്കെയാ നോക്കൂ, 16ഉം 14ഉം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ആദ്യത്തെ E6ന് നമുക്ക് ഏത് കൊടുക്കാം? 16 എന്നും, രണ്ടാമത്തെ E6ന്റെ നേരെ 14 എന്നും കൊടുക്കാം. കാരണം ഈ ഓർഡറിൽ തന്നെ എഴുതുന്നതാണ് ബെറ്റർ. E4 കഴിഞ്ഞിട്ടല്ലേ E5 വരുള്ളൂ. അപ്പൊ E4ന്റെ വാല്യൂവിൽ നമുക്ക് ആദ്യം കിട്ടിയത് 16, പിന്നെയാണ് E5ന്റെ ബേസ് ചെയ്തിട്ടുള്ള വാല്യൂ കിട്ടിയത്. അപ്പൊ 14 ആ ഓർഡറിൽ തന്നെ അവിടെ കൊടുക്കണം. അല്ലാതെ രണ്ടും 16 എന്നുള്ള രീതിയിൽ കൊടുക്കരുത് എന്ന് അർത്ഥം. അപ്പോൾ ഇവിടെ E6ന്റെ നേരെ ആദ്യം 16 എന്ന് കൊടുത്തു, പിന്നെ E6ന്റെ നേരെ ആദ്യം പിന്നീട് 14 എന്ന് കൊടുത്തു. പിന്നെ E7ന്റെ വാല്യൂ അവിടെ നോക്കിയാൽ കിട്ടും 21. അപ്പോൾ ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം ക്ലിയർ ആയല്ലോ. ഇനി അതിന്റെ തിയറി പാർട്ടിലേക്ക് പോവാം. ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം പ്ലസ് ആക്ടിവിറ്റി ടൈം. അതായത് ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്? ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമിന്റെ കൂടെ ആക്ടിവിറ്റി ടൈം ആഡ് ചെയ്തതാണ്. അതിന് മുന്നേ നമ്മൾ ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷൻ, ഫോർവേഡ് പാസ് കാൽക്കുലേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് EST പ്ലസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചിത്രത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് എന്നുള്ളത്. ഫോർവേഡ് പാസ് കാൽക്കുലേഷനിൽ നോക്കിക്കേ, E2ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് വിചാരിച്ചുള്ളൂ. അപ്പോൾ ഇവിടുന്നാണോ ആ ആരോ മാർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? E1ൽ നിന്നല്ലേ? ആ E1ന്റെ വാല്യൂ പ്ലസ് ഈ ടൈം ഡ്യൂറേഷൻ. അപ്പോൾ എത്ര വരിക? 0 + 3. അങ്ങനെയാണ് E2ന്റെ വാല്യൂ കിട്ടിയത്. ഇനി E3യുടെ വാല്യൂ ആണെന്നുണ്ടെങ്കിലോ ആ ആരോ മാർക്ക് എവിടുന്ന സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കുക. E1 എന്നുള്ള ഇവന്റ് എന്നല്ലേ? അപ്പോൾ E1ന്റെ വാല്യൂ പ്ലസ് ഈ ടൈം ഡ്യൂറേഷൻ. അപ്പോൾ 0 + 6 6. ഇങ്ങനെ ടൈം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി ഡ്യൂറേഷനും കൂടി ആഡ് ചെയ്താണ് ഏത് കിട്ടുന്നത് എന്നാണ് അവർ പറയുന്നത്, ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം കിട്ടുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി ഫിനിഷ്ഡ്. ആക്ടിവിറ്റി ഫിനിഷ് ചെയ്യുന്ന കേസാണ് ഏത്? ഏർലിയസ്റ്റ് ഫിനിഷിംഗ് ടൈം. ഓക്കെ, ഇനി ബാക്കി നോക്കാം. ബാക്കി എന്താണ്? ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുമ്പോൾ വേഗം പ്രോബ്ലത്തിലേക്ക് പോവാം, എന്നാൽ കുറച്ചുകൂടി ക്ലിയർ ആവും. ലേറ്റസ്റ്റ് ടൈമിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഇനി ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ലെറ്റർ L എന്നാണ്. L1, L2, L3 എന്ന് പറഞ്ഞിട്ട് കുറേ വാല്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പോൾ
വീണ്ടും LST ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ആക്ടിവിറ്റിയിലേക്ക് വീണ്ടും പോവുക, അതിലെ ഫസ്റ്റ് വാല്യൂസ് വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ L1 കാണുക, വീണ്ടും L1, L2, L3, L4, L5, L6 ഇതിൻ്റെയൊക്കെ വാല്യൂ ബാക്കിലോട്ട് നോക്കി ഇവിടെ തിരഞ്ഞെടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് നോക്കാം L1, L2 ഒക്കെ എത്രയാണെന്ന് നോക്കാം. ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനിൽ ഇവിടെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് L1 0, L2 3, L3 8, L4 12 എന്നൊക്കെ ഉണ്ട്. അതൊക്കെ ഇതേപോലെ ഇങ്ങോട്ട് നോക്കി എഴുതിയാൽ മതി കറക്റ്റായിട്ട്. ഇനി ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈം അപ്പോൾ എന്തായിരിക്കും, ഫിനിഷ് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഈ ആക്ടിവിറ്റിയിൽ ഫിനിഷ് ചെയ്യുന്നത് നമ്പേഴ്സ് ഏതാ, 2, 3, 4, 5, 6, 6, 6, 7 എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അവിടെ നിങ്ങൾ കാണേണ്ടത് L2 അല്ല L1, L അങ്ങനെ ആ രീതിയിൽ L എന്ന് കൊടുക്കുക എല്ലാത്തിനും. അപ്പോൾ L2, L3, L4, L5, L6, L6, L7 ഇത്രയും വാല്യൂസ് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ L2, L3, L4, L5 വരെ ഓക്കെ, അതേപോലെ നോക്കി എഴുതിയാൽ മതി ഇവിടെ. ഓക്കെ, ഇനി ഇവിടെ എന്താ വന്നിരിക്കുന്നത്, L6 വീണ്ടും L6 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, L6ന് 2 വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്ത് എഴുതാം. അതല്ല ഒരു വാല്യൂ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. L6ന് നോക്കിക്കേ, ഒരൊറ്റ വാല്യൂ കാണാനുള്ളൂ 16. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 16 എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 16 റിപ്പീറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ L6ന്റെ നേരെ 16, ഈ L6ന്റെ നേരെയും 16. പിന്നെ L7ന്റെ വാല്യൂ അപ്പുറത്ത് നോക്കിയാൽ കാണാം 21 എന്നായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞില്ലേ അല്ലേ, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലേ. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം പറഞ്ഞു, അതുപോലെ ലേറ്റസ്റ്റ് ഫിനിഷിംഗ് ടൈമും നമ്മൾ ആ പ്രോബ്ലത്തിൽ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പം നമുക്കൊന്ന് ജസ്റ്റ് ഇതിൻ്റെ തിയറി പാർട്ട് നോക്കാം. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി സ്റ്റാർട്ടഡ് വിത്തൗട്ട് ഡിലേയിങ് ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്ട്. It can be found by deducting activity duration from latest finish time. LST is equal to LFT minus activity duration. ഈ LST എങ്ങനെ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് Lന്റെ വാല്യൂ എങ്ങനെ കാണുക എന്നുള്ളത്. Lന്റെ വാല്യൂ കാണുക എന്ന് പറയുമ്പോൾ ഈ പിക്കിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ പ്രോബ്ലത്തിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിരുന്നു. L7 എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടിയ E7ന്റെ വാല്യൂ തന്നെയായിരിക്കും L7. E7 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ടാവും 21. അപ്പോൾ L7 21 തന്നെയായിരിക്കും. അത് അതുപോലെ എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ, ഇങ്ങോട്ട് അതായത് E1, E2 എന്ന് പറയുന്ന കുറേ വാല്യൂസ് നമ്മൾ കണ്ടെത്തിയത് ഫോർവേഡ് പാസ് കാൽക്കുലേഷൻ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ മുന്നോട്ടാണ് അത് പോകുന്നത്. മുന്നോട്ട് ഇതിലെ ഓരോ ടൈം ഡ്യൂറേഷനും കൂട്ടിയാണ് ഫോർവേഡ് പാസ് കാൽക്കുലേഷനിലൂടെ E1 മുതൽ E7 വരെ കാണുന്നത്. എന്നാൽ ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനിലൂടെ നമ്മൾ കാണുന്നത് ലേറ്റസ്റ്റ് ടൈമാണ്. എന്ന് വെച്ചാൽ L1 മുതൽ L7 വരെയുള്ള വാല്യൂസ്. അപ്പോൾ ബാക്കൗട്ടാണ് കാണുന്നത്. മറ്റേ മുന്നോട്ടാണെങ്കിൽ കൂട്ടി പോകുന്നു. ബാക്കൗട്ട് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് കുറച്ച് ടൈം ഡ്യൂറേഷൻ കുറച്ച് പോകണം. അപ്പോൾ ഇവിടെ E7ന്റെ വാല്യൂ 21 ആണെങ്കിൽ L7ന്റെ വാല്യൂ അത് തന്നെയായിരിക്കും. അപ്പോൾ അത് തന്നെ എഴുതുക 21. ഇനി നമ്മൾ എന്ത് ചെയ്യണം, L6ന്റെ വാല്യൂ നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെയെന്ന് വെച്ചാൽ E7ന്റെ വാല്യൂ ഇവിടെ ഉള്ള L7ന്റെ വാല്യൂ 21 മൈനസ് ഈ ടൈം ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ 21 മൈനസ് 5. അപ്പോൾ എത്രയായിരിക്കും L6ന്റെ വാല്യൂ, അതിവിടെ എഴുതി. ഓക്കെ, 16. ഇനി അടുത്തതോ L4ന്റെ വാല്യൂ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും, L6ന്റെ കട്ടി. ഇനി L5ൻ്റെയാണ് വേണ്ടത് അല്ലേ. അപ്പോൾ L5 എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ വരേണ്ടത്. അപ്പോൾ L5 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്, എവിടെ നിന്നാണ് അത് വരുന്നത് നോക്കുക, ഏത് ഇവൻറ്റിൽ നിന്നാണ് ബാക്കിലോട്ട് വരുന്നത് നോക്കാം. അപ്പോൾ L5ൻ്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഇവിടെ വിശദമായിട്ട് അതിൻ്റെ സ്റ്റെപ്പ് ഉണ്ട്. L5 ഈക്വൽ ടു 16 മൈനസ് 6 ഈക്വൽ ടു 10. ഈ 16 മൈനസ് അതായത് L6ൻ്റെ വാല്യൂ മൈനസ് ഈ ടൈം ഡ്യൂറേഷൻ, അപ്പോൾ 6. അപ്പോൾ എത്ര കിട്ടും, 10 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിലാണ് L1 വരെ നമ്മൾ വാല്യൂ കാണുന്നത്. അവസാനം L1ഉം E1ഉം ഒരേപോലെ വരുന്നത് കാണാം. 0 തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഒരു ഇക്വേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ LFT മൈനസ് ആക്ടിവിറ്റി ഡ്യൂറേഷൻ. ആക്ടിവിറ്റി ഡ്യൂറേഷൻ ബാക്കിലോട്ട് ഇങ്ങനെ കുറച്ച് പോവാം. ഇനി അതേപോലെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം, ഇറ്റ് ഈസ് ദ അതും എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി finished without delaying the completion of the project. In other words, it is the latest allowable occurrence time of the head event. ഇനി അടുത്തത് ഏർലിയസ്റ്റ് ഈവൻറ്റ് ടൈം. ഈവൻറ്റ് ടൈമിൻ്റെ ഏർലിയസ്റ്റ് ഈവൻറ്റ് ടൈം എന്ന് പറയുമ്പോൾ എന്താണ്, ഈവൻറ്റിനെ ബേസ് ചെയ്യുക, സർക്കിളിനെ ബേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഈവൻറ്റ് ടൈമിനെയാണ് ET എന്ന് പറഞ്ഞാൽ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ടൈം അറ്റ് വിച്ച് ആൻ ഈവൻറ്റ് ക്യാൻ ഒക്കർ വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ടോട്ടൽ പ്രൊജക്ട് ടൈം.
ആ ടോട്ടൽ പ്രൊജക്റ്റ് ടൈമിനെ എഫക്റ്റ് ചെയ്യാതെ ഏർലിയസ്റ്റ് ആയിട്ട് തുടങ്ങുന്ന ഈവൻറ്റിനെയാണ് ഏർലിയസ്റ്റ് ഈവൻറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ലേറ്റസ്റ്റ് ഈവൻറ്റ് ടൈം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതിൻ്റെ റെപ്രസെൻറ്റേഷൻ LT എന്നാണ്. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ഒക്കറൻസ് ടൈം ഓഫ് എൻ ഈവൻറ്റ് വിത്തൗട്ട് എഫക്റ്റിംഗ് ദ ടോട്ടൽ പ്രൊജക്റ്റ് ടൈം. ആ പ്രൊജക്റ്റ് ടൈമിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ലേറ്റസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലേറ്റസ്റ്റ് ഈവൻറ്റ് ടൈം. ഓക്കെ, ഇനി അടുത്തത് എങ്ങനെയാണ് ക്രിട്ടിക്കൽ പാത്ത് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന്. അതിനി വായിച്ചു പോകുന്നില്ല, കാരണം നമ്മൾ കുറേ പ്രോബ്ലംസ് ഓൾറെഡി ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിനുപയോഗിക്കുന്ന സ്റ്റെപ്പ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ വായിച്ചു നോക്കുക. ഇതിൻ്റെ നോട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, കാരണം പ്രോബ്ലംസ് ഒരുപാട് നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ അടുത്ത വേർഡാണ് സ്ലാക്ക് ആൻഡ് ഫ്ലോട്ട്. സ്ലാക്ക് ആൻഡ് ഫ്ലോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പ്രോബ്ലത്തിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ടോട്ടൽ ഫ്ലോട്ട്? ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും ബോക്സ് നമുക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ഫ്ലോട്ട് കാണാനുള്ള ഇക്വേഷൻ LST മൈനസ് EST എന്നാണ്. എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം മൈനസ് ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം. ഇവിടെ LST ഉണ്ട്, EST ഉണ്ട്. ഈ രണ്ട് ബോക്സിലെയും വാല്യൂസ് തമ്മിൽ മൈനസ് ചെയ്താൽ മതി. അതാണ് ടോട്ടൽ ഫ്ലോട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിലും ഓരോ വാല്യൂ ഇങ്ങനെ കിട്ടും. അതിൽ 0 കിട്ടുന്നത് ഏതാണോ അതൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ നേരെ വരുന്ന ആക്ടിവിറ്റി ടൈമും ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ 0 വരുന്ന വാല്യൂസിൻ്റെ നേരെ വരുന്ന ആക്ടിവിറ്റി ആയിരിക്കും അതിൻ്റെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി. പിന്നെ അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് 1, 2, 4, 6, 7 എന്ന രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. പിന്നെ അതിൻ്റെ ടൈം ഡ്യൂറേഷൻ ചെയ്യാൻ പറഞ്ഞാൽ, ടോട്ടൽ പ്രൊജക്റ്റ് ടൈം ചെയ്യാൻ പറഞ്ഞാൽ അതിൻ്റെ നേരെ വരുന്ന ഈ ടൈംസ് ആഡ് ചെയ്താൽ മതി. 3 പ്ലസ് പിന്നെ ഏതാ 9 പ്ലസ് പിന്നെ ഏതാ 4 പ്ലസ് 5, അപ്പോൾ 21 എന്ന ആൻസർ കിട്ടും. അപ്പോൾ ക്രിട്ടിക്കൽ പാത്ത് കാണാൻ ഇങ്ങനെ ചെയ്താൽ മതി. ടോട്ടൽ ഫ്ലോട്ട് കണ്ടെത്തിയിട്ട് അതിൽ 0 വരുന്നത് മാർക്ക് ചെയ്യുക, അതിൻ്റെ നേരെ വരുന്ന ആക്ടിവിറ്റിയും ടൈം ഡ്യൂറേഷനും മാർക്ക് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് ഇങ്ങനെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ അതിനാണ് ടോട്ടൽ ഫ്ലോട്ട് ഉപയോഗിക്കുന്നത്. അത് കണ്ടെത്താൻ LST മൈനസ് EST കണ്ടാൽ മതി. ഇനി അതിൻ്റെ definition നോക്കാം. The term float is used to conduct network analysis. It is related with the activity times. Float may be understood as total float, ഫ്രീ ഫ്ലോട്ട് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. അപ്പോൾ ഫ്ലോട്ടിനെ നമുക്ക് ടോട്ടൽ ഫ്ലോട്ട് എന്നും ഫ്രീ ഫ്ലോട്ട് എന്നും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്നും 3 ടൈപ്പിൽ ഫ്ലോട്ടിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഫ്ലോട്ട് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലേറ്റസ്റ്റ് ആൻഡ് ഏർലിയസ്റ്റ് ആക്ടിവിറ്റി ടൈം. അപ്പോൾ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേറ്റസ്റ്റ് ടൈമും ഏർലിയസ്റ്റ് ടൈമും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫ്ലോട്ട് എന്ന് പറയുന്നത്. കണ്ടോ, അതിൻ്റെ ഇക്വേഷൻ തന്നെ അങ്ങനെയാണ്. ഇനി അടുത്തത് ടോട്ടൽ ഫ്ലോട്ട്. എന്താ ടോട്ടൽ ഫ്ലോട്ട്? ഇത് തന്നെ LST മൈനസ് EST തന്നെ. അതൊന്നുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഇത് വെറും ഫ്ലോട്ടാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ടോട്ടൽ ഫ്ലോട്ട് ഈസ് ദ ഡ്യൂറേഷൻ ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി കാൻ ബി ഡിലേഡ് വിത്തൗട്ട് ഡിലേയിങ് ദ പ്രൊജക്ട്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടൈം available to perform the activity and the expected completion time the activity. Mathematically, the total float and activity is the difference between the latest start time and the earliest start time of that activity. അതാണ് അതിൻ്റെ ഇക്വേഷൻ കൊടുത്തിരിക്കുന്നു. ടോട്ടൽ ഫ്ലോട്ട് ഈക്വൽ ടു LST മൈനസ് EST. നേരെ തിരിച്ചും നമുക്ക് പറയാം, LFT മൈനസ് EST എന്നൊരു ഇക്വേഷൻ കൂടി അതിനുണ്ട്. കണ്ടോ, ഈ രണ്ട് ബോക്സ് മൈനസ് ചെയ്താലും ഇതേ സെയിം ആൻസർ തന്നെയാണ് വരിക. പക്ഷെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറ് ഈ ഇക്വേഷൻ ആണെന്ന് മാത്രം. ഓക്കെ, ഇനി അടുത്തതാണ് ഫ്രീ ഫ്ലോട്ട്. ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഈ പ്രോബ്ലത്തിലേക്ക് തന്നെ നോക്കാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഫ്രീ ഫ്ലോട്ട് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടോട്ടൽ ഫ്ലോട്ടിൽ നിന്നും, അതായത് ഈ ബോക്സിലെ ഓരോ വാല്യൂസിൽ നിന്നും എന്ത് ചെയ്യുക? അതിൻ്റെ ഹെഡ് ഇവന്റ് സ്ലാക്ക് മൈനസ് ചെയ്യുക. ഹെഡ് ഇവന്റ് സ്ലാക്ക് മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ആക്ടിവിറ്റിയുടെയും ഹെഡ് ഇവന്റ് സ്ലാക്ക് കാണണം. ഹെഡ് ഇവന്റ് സ്ലാക്ക് എങ്ങനെ കാണാം എന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, ഹെഡ് ഇവന്റ് സ്ലാക്ക് ആക്ടിവിറ്റി 1 to 2ൻ്റെ നമുക്കറിയാം ആക്ടിവിറ്റി ഏതൊക്കെയാണ്? 1 to 2, 1 to 3. അപ്പോൾ ഓരോന്നിൻ്റെയും ഹെഡ് ഇവന്റ് സ്ലാക്ക് കാണണം. അപ്പോൾ എന്താണ് ഈ ഹെഡ് ഇവന്റ് സ്ലാക്ക് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരു എന്താ പറയുക, ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക? ഒരു ആരോ മാർക്ക് ഇടും, അതിൻ്റെ സ്റ്റാർട്ടിങ്ങിലും ഒരു സർക്കിൾ വരയ്ക്കും, അതിൻ്റെ എൻഡിങ്ങിലും ഒരു സർക്കിൾ വരയ്ക്കും. എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലും ഒരു ഈവൻ്റ് ഉണ്ട്, എൻഡിങ്ങിലും ഒരു ഈവൻ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു പോർഷൻ ആരോ മാർക്കിൻ്റെ ടെയിൽ പോർഷനാണ്. ഈ ഭാഗത്ത് എന്താണ്? ഇതിൻ്റെ ഈ ആരോ വരച്ചിരിക്കുന്ന ഭാഗം ഹെഡ് പോർഷനാണ്. അപ്പോൾ ഈ ടെയിലിൽ വരുന്ന ഈവൻറ്റിനെ എന്ത് വിളിക്കാം? ടെയിൽ ഈവൻ്റ് എന്നും, അതിൻ്റെ ഹെഡിൽ വരുന്ന ഈവൻറ്റിനെ എന്ത് വിളിക്കാം? ഹെഡ് ഈവൻ്റ് എന്നും പറയാം. അപ്പോൾ ഹെഡ് ഈവൻ്റ് സ്ലാക്ക് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ കാണാം? ഇപ്പോൾ ആക്ടിവിറ്റി 1 to 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹെഡ് പോർഷനിൽ വരുന്ന ഏതാ? 2 അല്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്
L2 മൈനസ് E2 കണ്ടാൽ മതി. L2ൻ്റെ E2ൻ്റെയും വാല്യൂ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ അപ്ലൈ ചെയ്യുമ്പോൾ 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഫ്രീ ഫ്ലോട്ട് കാണാൻ നമുക്കിപ്പോൾ കാണേണ്ടത് എന്താ, ഈ ബോക്സ് ഫില്ല് ചെയ്യണം അല്ലേ. ഫ്രീ ഫ്ലോട്ട് കാണാൻ ഇക്വേഷൻ എന്താ, ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഈവന്റ് സ്ലാക്ക് എന്നാണ്. അപ്പോൾ അത് ഷോർട്ട് ആക്കിയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഈവന്റ് സ്ലാക്ക്. ഇനി ടോട്ടൽ ഫ്ലോട്ട് ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യത്തെ ടോട്ടൽ ഫ്ലോട്ട് എന്താ, ആക്ടിവിറ്റി 1 to 2ൻ്റെ ഇതിൻ്റെ നേരെ വരുന്ന വാല്യൂ 0 അല്ലേ. അപ്പോൾ 0 മൈനസ് ഹെഡ് ഈവന്റ് സ്ലാക്ക് എന്താ, 0 അല്ലേ. അപ്പോൾ 0 തന്നെ ആൻസർ വരിക. അപ്പോൾ ഫ്രീ ഫ്ലോട്ടിൽ ഫസ്റ്റ് വാല്യൂ കിട്ടിയത് 0 തന്നെ. ഇതുപോലെ അടുത്തത് ഇങ്ങനെ എത്ര ആക്ടിവിറ്റി ഉണ്ട്, ആക്ടിവിറ്റി 1 to 3 അങ്ങനെ 6, 7 വരെ ഉണ്ട്. അങ്ങനെ കുറേ ഹെഡ് ഈവന്റ് സ്ലാക്കും ഫ്രീ ഫ്ലോട്ടും കാണേണ്ടി വരും. അപ്പോൾ ആക്ടിവിറ്റി 1 to 3 ആണെന്നുണ്ടെങ്കിൽ ഹെഡ് ഈവന്റ് സ്ലാക്കിൻ്റെ ഇക്വേഷൻ അതിൻ്റെ ഹെഡിൽ 3 അല്ലേ. അപ്പോൾ L3 മൈനസ് E3 ചെയ്യുക. അപ്പോൾ ആൻസർ 2 എന്ന് കിട്ടും, കാരണം ഇതിൻ്റെ വാല്യൂ ഓൾറെഡി അവിടെ ഉണ്ട്. ഇനി ഫ്രീ ഫ്ലോട്ട് ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഈവന്റ് സ്ലാക്ക് ആണ്. അപ്പോൾ വേഗം ബോക്സിലേക്ക് നോക്കുക, ടോട്ടൽ ഫ്ലോട്ടിൻ്റെ സ്ഥാനത്ത് രണ്ടാമത് കിട്ടിയിരിക്കുന്നത് 2 എന്നാണ് അല്ലേ. അപ്പോൾ 2 മൈനസ് 2 എന്ന് വരും ഈ വാല്യൂ ഇവിടെ കൊടുക്കുമ്പോൾ. അപ്പോൾ 0 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുക. എല്ലാ ആക്ടിവിറ്റിയുടെയും എന്ത് കാണുക, ഫ്രീ ഫ്ലോട്ട് കാണുക, അത് ഈ ബോക്സിൽ ഫില്ല് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഫ്രീ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ. ആ ഇക്വേഷൻ തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. ഫ്രീ ഫ്ലോട്ട് ഈസ് ദാറ്റ് portion of the total float within which an activity can manipulate without affecting the float of subsequent activities. The concept of free float is based on the possibility that all events occur at their earliest time. In other words, free float is time by which the completion of an activity can be delayed beyond its earliest finish time without affecting the earliest start time of a succeeding activity. Free float കാണാനുള്ള ഇക്വേഷൻ എന്താണ്, EST of successor minus EFT of the പ്രസന്റ് ആക്ടിവിറ്റി. അതായത് ഈ പറഞ്ഞതിനെ വേറൊരു രീതിയിൽ എഴുതിയെന്ന് മാത്രം. ശരിക്കും ഫ്രീ ഫ്ലോട്ട് കാണാൻ ഇങ്ങനെ എഴുതിയാൽ മതി, ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഈവന്റ് സ്ലാക്ക് എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി the free float can take values from 0 up to total float, but it does not exceed total float. This float is very useful for rescheduling the activities with the minimum disruption of earlier plans. അതായത് നമ്മൾ പ്ലാൻ ചെയ്തതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരാത്ത രീതിയിൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് മുന്നോട്ട് പോകാൻ സഹായകമാവും ഫ്രീ ഫ്ലോട്ട്. ഇനി അടുത്തത് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്താണ്. ഇപ്പോൾ നമുക്കറിയാം ഫ്ലോട്ട് തന്നെ 3 ടൈപ്സിലുണ്ട് എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, ഒന്ന് ടോട്ടൽ ഫ്ലോട്ട്. ഫ്ലോട്ട് 3 ടൈപ്സിൽ ടോട്ടൽ ഫ്ലോട്ട് അതെന്താണെന്ന് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് ഫ്രീ ഫ്ലോട്ട്, അതും പറഞ്ഞു. ഇനി എന്താ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. എന്താണ് ഈ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ദാറ്റ് പോർഷൻ ഓഫ് ദ ടോട്ടൽ ഫ്ലോട്ട് within which an activity can be delayed for start without affecting floats of the preceding activity. അതായത് ഒരു ആക്ടിവിറ്റിയുടെ മുന്നുള്ള ആക്ടിവിറ്റിനെ ബാധിക്കാത്ത വിധത്തിൽ ടോട്ടൽ ഫ്ലോട്ടിനെ ബേസ് ചെയ്ത് വരുന്ന പോർഷനാണ് ഏത്, ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു ഫ്ലോട്ടിനെ മറ്റൊരു ഫ്ലോട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ടെയിൽ ഇവന്റ് റെഫേഴ്സ് ടു ദ ഇവന്റ് വേർ ദ ആക്ടിവിറ്റി സേ എക്സ് ബിഗിൻസ് ആൻഡ് ഹെഡ് ഇവന്റ് ഈസ് ദ ഇവന്റ് വേർ ആസ് ആക്ടിവിറ്റി കംസ് ടു ആൻ എൻഡ്. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് കാണാനുള്ള ഇക്വേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫ്രീ ഫ്ലോട്ട് മൈനസ് ടെയിൽ ഇവന്റ് സ്ലാക്ക്. അതായത് നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. നേരത്തെ ഫ്രീ ഫ്ലോട്ട് ആണെങ്കിൽ അവിടെ ഇക്വേഷൻ എന്തായിരുന്നു, ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഈവന്റ് സ്ലാക്ക് എന്നാണ്. അതായത് നമുക്കറിയാം 2 ടൈപ്സിലുള്ള ഈവന്റ് ഉണ്ട്, ഒന്ന് ടെയിൽ ഈവന്റും അടുത്തത് ഹെഡ് ഈവന്റും. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് ആണെങ്കിൽ ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഈവന്റ് സ്ലാക്ക് ചെയ്യാം. അതല്ല നേരെ തിരിച്ച് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടാണ് നിങ്ങളോട് ചോദിച്ചതെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ്, ഫ്രീ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഈവന്റ് സ്ലാക്കിന് പകരം ടെയിൽ ഈവന്റ് സ്ലാക്ക് എന്ന് വരും. അപ്പോൾ അഥവാ ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ എന്ന് മനസ്സിലാക്കുക, അതുകൂടി ചെയ്യേണ്ടി വരും. ഓക്കെ, EST ഫോർ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ EST ഫോർ സബ്സീക്വന്റ് ആക്ടിവിറ്റി മൈനസ് LFT ഫോർ പ്രിസീഡിങ് ആക്ടിവിറ്റി മൈനസ് ഡ്യൂറേഷൻ. അപ്പോൾ ഇതിനേക്കാൾ ഈസി ഈ ഒരു ഇക്വേഷനാണ്. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾ വായിച്ചു പോവുക. അപ്പോൾ ഫ്ലോട്ട് 3 ടൈപ്സിലുണ്ട്. അതേതൊക്കെയാണ്, ടോട്ടൽ ഫ്ലോട്ട്, ഓക്കെ, പിന്നെ ഫ്രീ ഫ്ലോട്ട്, പിന്നെ ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇക്വേഷൻ പഠിക്കണം. ടോട്ടൽ ഫ്ലോട്ട് കാണാനുള്ള ഇക്വേഷനാണ് ഇപ്പോൾ ഈ പറഞ്ഞത്, LST മൈനസ് EST. ഫ്രീ ഫ്ലോട്ട് ആണെങ്കിൽ ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ഹെഡ് ഈവന്റ് സ്ലാക്ക്. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് ആണെങ്കിൽ ടോട്ടൽ ഫ്ലോട്ട് മൈനസ് ടെയിൽ ഈവന്റ് സ്ലാക്ക് എന്നായിരിക്കും. ഓക്കെ, ഇനി സ്ലാക്ക് ആണ്. സ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നോക്കാം. ദ ടേം സ്ലാക്ക് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഈവൻസ്. സ്ലാക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലേറ്റസ്റ്റ് ആൻഡ് ഏർലിയസ്റ്റ് ഈവന്റ് ടൈം. അപ്പോൾ സ്ലാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈവൻറ്റുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ് സ്ലാക്ക്.
അതായത് ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലേറ്റസ്റ്റ് ആൻഡ് ഏർലിയസ്റ്റ് ഇവന്റ് ടൈം. ലേറ്റസ്റ്റ് ടൈമും അതുപോലെ ഏർലിയസ്റ്റ് ടൈമും തമ്മിലുള്ള ഡിഫറൻസിനെ ബേസ് ചെയ്ത് പറയുന്ന ഒരു ടേമാണ് സ്ലാക്ക്. അപ്പോൾ ഈ സ്ലാക്ക് ആണ് ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത് ഹെഡ് ഈവന്റ് സ്ലാക്കും അതുപോലെ ടെയിൽ ഈവന്റ് സ്ലാക്കും എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ഇക്വേഷൻ എഴുതുമ്പോൾ എങ്ങനെയായിരുന്നു, ആ ഹെഡിന്റെ ബേസിലാണ് വരുന്നത് എങ്കിൽ, അതായത് ആക്ടിവിറ്റി 1 to 2ന്റെ ഹെഡ് എന്താ 2. അപ്പോൾ അതിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, നമ്മൾ പഠിച്ചിരുന്നു L2 മൈനസ് E2. ഇവിടെ 3 ആയതുകൊണ്ട് ഹെഡ് ഈവന്റ് സ്ലാക്ക് എങ്ങനെ കാണാം, L3 മൈനസ് E3. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്, L എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ടൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, E എന്ന് പറഞ്ഞാൽ ഏർലിയസ്റ്റ് ടൈമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ കോമൺലി ഈ ഇക്വേഷനെ നമുക്ക് എന്തിങ്ങനെ പറയാം, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റസ്റ്റ് ടൈം ആൻഡ് ഏർലിയസ്റ്റ് ടൈം. അതാണ് എന്ത്, സ്ലാക്ക് എന്ന് പറഞ്ഞാൽ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലേറ്റസ്റ്റ് ആൻഡ് ഏർലിയസ്റ്റ് ഈവന്റ് ടൈം. ഇറ്റ് ഡിനോട്ട്സ് ദ ഫ്ലെക്സിബിലിറ്റി റേഞ്ച് വിത്തിൻ which as event can occur, computation of earliest event time and latest allowable time. ഓക്കെ, ഇനി അടുത്തതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിൽ ഫോർവേഡ് പാസ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം, ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാം എന്നൊക്കെ ആ പ്രോബ്ലത്തിൽ തന്നെ നമ്മൾ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു തിയറി പാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചാൽ മതി, കാരണം പ്രോബ്ലം ഓൾറെഡി നന്നായി മനസ്സിലായവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നില്ല എന്താണ് ഫോർവേഡ് പാസ് കാൽക്കുലേഷൻ, എന്താണ് ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷൻ എന്നത്. ഫോർവേഡ് പാസിൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം പറയാം. എന്താണ് ഫോർവേഡ് പാസിൽ എപ്പോഴും ഏർലിയസ്റ്റ് ടൈം E1 E2 E3 അങ്ങനെ പറയുന്ന ഏർലിയസ്റ്റ് ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാക്ക്വേർഡ് പാസ് കാൽക്കുലേഷനിൽ എന്താണ് ലേറ്റസ്റ്റ് ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എന്ന് വെച്ചാൽ L1 L2 എന്നിങ്ങനെയുള്ള വാല്യൂസ്. ഓക്കെ, അപ്പോൾ അതിന്റെ തിയറി പാർട്ടും അതിന്റെ എക്സാമ്പിൾസും ഒക്കെയാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഫോർവേഡ് പാസ് അതുപോലെ ബാക്ക്വേർഡ് പാസ്. അതിന്റെ ബാക്ക്വേർഡിന്റെ ബ്രാക്കറ്റിൽ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് കാണാം കേട്ടോ. അതിന്റെ ഓരോ സ്റ്റെപ്പും എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടല്ലോ. അപ്പോൾ ആ പ്രോബ്ലം നന്നായി നോക്കിയാൽ തന്നെ ഇതിന്റെ തിയറി പാർട്ട് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മാത്രം മതിയാവും. ഓക്കെ, എന്നിട്ടും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കാം. ബാക്കിയെല്ലാം പ്രോബ്ലം പാർട്ടാണ്, ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിന്റെ തിയറി പാർട്ട് വരുന്നത്.